Thank you very much. Wish you all the best. I think Thank you. Thank you. Malayalam Shiva. section. So Yes. thank you very much. Wish you all the best. Now I invite Dr. P. Shaila to moderate the Malayalam session. Please unmute. Please unmute. Okay. Thank you, Dr. Dhanesh. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1631 ദിവസം. ഇന്നത്തെ മലയാളം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മലയാളം സെഷനിൽ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ദേവരാജ് ചേർത്തലയാണ്. അദ്ദേഹം നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ ഇടയ്ക്ക് വന്നെടുക്കുന്ന വ്യക്തിത്വമാണ്. കൂടാതെ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി IFPHന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. നമസ്കാരം. കേൾക്കാം കാണാം. തുടങ്ങിക്കോളൂ. ഇന്നത്തെ ക്ലാസ് ഹലോ ക്യാമറ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. അതെ. ഇന്നത്തെ ക്ലാസ്സിന് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ധനേഷ് ഡോക്ടറെ വിളിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പൊതുവായ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു വളരെ വിശാലമായ ക്യാൻവാസിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അത്ര വിശാലമായ ഒരു ക്യാൻവാസിലല്ല ഞാനിത് ചർച്ച ചെയ്യുന്ന. ഒരു വളരെ പരിമിതമായ രീതിയിലാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വിശാലമായ രീതിയിൽ പോകണമെങ്കിൽ ഇതിന് ഒരുപാട് മാനങ്ങളുള്ള ഒരു വിഷയമാണ് ഇത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ IFPH ഹോമിയോപ്പതി അല്ലാത്ത വിഷയങ്ങളും എനിക്ക് പണ്ടേ ഒരു നിലപാടുണ്ട്. ഇത് വരുന്ന ചർച്ചകളൊക്കെ ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ ആഘോഷങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതുള്ള ചർച്ചകൾ ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെടുത്തി വേണം എന്നുള്ളൊരു നിലപാടുണ്ട് എനിക്ക്. അല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാറുള്ളതാണ്. പക്ഷെ നമ്മൾ വള്ളത്തോളിന്റെയും കുമാരനാശാന്റെ ഒക്കെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ ഇതിനെയും നമ്മൾ ഇതൊരു കുറച്ച് ഹോമിയോപ്പതിയിൽ നിന്ന് പുറത്ത്, എന്നാൽ ഇതിനകത്തൊരു ഹോമിയോപ്പതി സാധ്യത ഞാൻ അവസാനം പറയുന്നുണ്ട്. ഇതിന്റെ സാധ്യതകൾ, ഹോമിയോപ്പതിയിലുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൽ പ്രധാനമായിട്ടും ഒരു ഹോമിയോപ്പതിക് സബ്ജക്റ്റിൽ നിന്നുകൊണ്ടുള്ള മാറുന്ന യുവതയും സാമൂഹ്യ ബന്ധങ്ങളും. ഈ സാമൂഹ്യ ബന്ധം എന്ന് പറയുമ്പോൾ അത് വളരെ വിശാലമാണ്. മാറുന്ന യുവത പോലെയല്ല, വളരെ വിശാലമായ ഒരു ക്യാൻവാസ് അതിന് വേണം സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പറയാൻ. അതായത് അതിന്റെ സമൂഹത്തിന്റെ അടിത്തട്ട് തൊട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ കാണുന്ന, ഇത് എന്റെ ആശങ്കയായിരിക്കാം, ഇന്നത്തെ തലമുറയിൽ കാണുന്ന, ഇതിന്റെ ഒരു ഹോമിയോപ്പതിക് വെർഷൻ ഞാൻ പിന്നീട് പറയുന്നുണ്ട്, കാണുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എന്താണ്, ഈ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകുന്നത് എന്താണ് എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇന്നത്തെ തലമുറയില് ഇപ്പോ എന്റെ മോൻ പറയാറുണ്ട്, ഈ ഇപ്പോ ചിലപ്പോ നമ്മുടെ ആശങ്കയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോ ഈ ഒരു സെക്കൻഡ് നമ്മുടെ ആശങ്കയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ഹിപ്പീസം വളരെ വന്നിരുന്നു. അതിനു മുമ്പ് അസ്തിത്വ ദുഃഖമായിരുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ മുതിർന്നവർക്കൊക്കെ ഇതിങ്ങനെ പോയാൽ എങ്ങനെയാവും എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരുന്നിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് അസ്തമിച്ചു പോയി. അതുപോലെ ഇപ്പോഴത്തെ യുവതയുടെ ആ പ്രശ്നങ്ങളും ചെറുപക്ഷെ അസ്തമിച്ച് പോയേക്കാം. പിന്നെ അത് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളും ഈ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പേരിലേക്ക് അത് ഉണ്ട് എന്ന് നമ്മൾ അറിയുകയാണ്. അതുകൊണ്ടായിരിക്കും നമ്മളത് അറിയുന്നത് എന്ന് ഞാൻ ഇത്രയും കൂടുതലായിട്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ ചുരുങ്ങിയ ആൾക്കാരിലെ ഉള്ളായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ അതിന്റെ അനുരണനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഹിപ്പീസത്തിന്റെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോ ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും തന്നെ അതിന്റെ പ്രതിഫലനമുണ്ട്.
ഇപ്പോ യുവാക്കളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അവര് പലരും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പോലും പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നു. പല 10, 28, 30 വയസ്സൊക്കെ ആയാലും വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ട്, യുവാക്കളുടെ ഇടയിലുണ്ട്. ഇത്തരം ഒരു ചിന്താഗതി എവിടെ നിന്നാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം 10th ഫോർസത്തിൽ പറയുന്ന, അല്ല സോറി 9th ഫോർസത്തിൽ പറയുന്നത് ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ടെങ്കിലും 9th ഫോർസത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനാവും സമൂഹത്തിന് വേണ്ടി എന്നുള്ള ഒരു അതുകൂടി അതിനകത്തുണ്ട്. കാരണം ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബെർണാഡ് ഷായ്ക്ക് കുട്ടികളില്ലായിരുന്നു, അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. സുമാർ അഴീക്കോടിന് കുട്ടികളില്ലായിരുന്നു. പക്ഷെ ഇവരൊക്കെ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തതാണ്. എന്നാൽ നമ്മളൊരു ഏകകോശ ജീവിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹയർ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്. അതിന്റെ ഹയർ പർപ്പസ് എന്ന് പറയുന്നത് ഓഫ്സ്പ്രിങ്ങിനെ, അടുത്ത തലമുറയെ സൃഷ്ടിക്കുക, അതിനുശേഷം അത് നശിച്ചു തന്നെ പോകും. അത് ചില സസ്യങ്ങളിലും ഒക്കെ, ഇപ്പൊ നെല്ലിൽ ഉൾപ്പെടെ നമ്മളത് കാണുന്നതാണ്. അത് അതിന്റെ ആ വിളവെടുത്ത് കഴിയുമ്പോൾ അത് തീരുകയാണ്, ആ ചെടി തീരുകയാണ്, ചെടിയുടെ അസ്തിത്വം ഇല്ലാതാകുകയാണ്. പക്ഷെ അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ ഇന്നിപ്പോ ഇന്നത്തെ തലമുറ അത്തരം ഒരു സാധ്യതകളെ തന്നെ തള്ളിക്കളയാണ്. കാരണം അവര് പറയുന്നത്, അവരുടെ നിലപാടെന്ന് പറയുന്നത്, എന്തിനാണ് ഒരു ആവശ്യമില്ലാത്ത ഇത്തരം ഇതൊക്കെ വലിച്ചു കയറ്റുന്നത്, നമ്മൾക്ക് സ്വന്തമായിട്ട് ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ വരുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് അതിന്റെ പിന്നിൽ. കാരണം ഈ പുതിയ തലമുറ അല്ലെങ്കിൽ ഇനിയൊരു തലമുറ ഇവിടെ ഈ ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി പടർത്തി വിടുന്നതിന് പിന്നിൽ ഇന്റർനെറ്റ് പോലെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയുള്ള പല സംവിധാനങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ അതിനൊരു ഒരു ഘടകമാകുന്നു. അത് ഈ വാക്സിനേഷൻ പോലും ഒരു തരത്തിൽ ഞാൻ പറയുന്നത് തലമുറകളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടോ എന്ന് സംശയിക്കേണ്ട തരത്തിലാണ് വാക്സിനേഷൻ പോലും പോകുന്നത്. അതിന്റെ ഒരു കാരണം ഇന്നിപ്പോൾ ഈ റോബോട്ടുകളും റോബോട്ടിക്സ് ഒക്കെ വന്നതോടുകൂടി ജനത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇപ്പൊ ഞാൻ ഈ ചിലർ പറയുന്ന പോലെ ഗൂഢാലോചന സിദ്ധാന്തത്തിലൊന്നും വിശ്വസിക്കണില്ല, ഇലൂമിനാറ്റിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. എന്നാൽ പോലും ഒരു ആസൂത്രിത ശ്രമം ഇവിടെയുണ്ട്. ഈ യുവാക്കളുടെ ഇടയിൽ ഇത്തരം ഒരു ചിന്താഗതി, യുവാക്കളുടെ ഇടയിലേക്ക് ഇത്തരം ഒരു ചിന്താഗതി പടർന്നു കയറുന്നതിന് പിന്നിൽ ഒരു ആസൂത്രിത ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഹോമിയോപ്പതി പോലെയുള്ള ഒരു വൈദ്യശാസ്ത്രത്തിന് ഒരു ബദൽ വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഒരു ബദൽ വൈദ്യശാസ്ത്രത്തിന് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും. കാരണം എന്താന്ന് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയല്ല. അത്തരമൊരു സാധ്യതകൾ നമ്മുടെ റൂബ്രിക്സുകളിലൊക്കെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട റൂബ്രിക്സുകൾ നമ്മുടെ ഇതിലുണ്ട്. ഈ ഒരു ചിന്താഗതി ഇവിടെ വളർന്നു വരുന്നത് ഇപ്പോ കഴിഞ്ഞ ഡിസംബറില് കേരള കൗമുദിയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. യുവാക്കളിൽ 70% പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 70%-ഓളം യുവാക്കള് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മോൻ തന്നെ പറഞ്ഞു, എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല വന്നത് എന്ന് അവൻ പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നും ഇല്ല, പിന്നെ ഞാൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് വരുന്നത്. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാര് വോട്ട് ചെയ്യാൻ പോലും ഇല്ല. അപ്പോ ഈ കേരള കൗമുദിയിലെ വാർത്ത സൂചിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അപകടത്തിലേക്കാണ്. 70% പുതിയ വോട്ടർമാർ, ഈ പ്രായപൂർത്തിയായവര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഈ ഒരു അരാഷ്ട്രീയവാദം ഈ സമൂഹത്തില് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ റവല്യൂഷണറി അനാർക്കിസ്റ്റ് എന്ന റൂബ്രിക്സ് ഒക്കെ നമുക്കുണ്ട് കേട്ടോ. ഞാനിതിന് ഹോമിയോപ്പതി ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്ലോ പോകുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. അനാർക്കിസം ഒരു അരാഷ്ട്രീയവാദം, രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന ചിന്ത ഉദിക്കുമ്പോഴാണ് അവിടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ കാര്യം മാത്രം നോക്കുക, ആ സ്വാർത്ഥതയിലേക്ക് പോവുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. നമ്മളുടെ ഈ മുതിർന്ന ആൾക്കാരുടെ ഇത്തരം
ഉത്കണ്ഠകളെ പുതിയ തലമുറ കാണുന്നത് എങ്ങനെയാണ് എന്ന് അത് എന്റെ മോനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ OMS ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മയ്ക്ക് OMS ആണ്. ഞാൻ ചോദിച്ചത് അതെന്താണ്? ഒറ്റമോൻ സിൻഡ്രോം ആണെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഒറ്റ മക്കളുണ്ടെങ്കിൽ ഈ അനാവശ്യ ആധി ഉണ്ടാകുന്നതാണ്. അവര് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾക്ക് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതാ, ഒരുപക്ഷെ ഇതെന്റെ ഒരു ഉത്കണ്ഠയായിരിക്കാം. പക്ഷെ ഈ എന്തായാലും ശരി, ഈ കെയറിങ് ഇല്ലാതെ വരുന്നതിന്റെ കാര്യം ഷെയറിങ് ഇല്ലാതെ വരുന്നത് തന്നെയാണ്. കാരണം ഷെയറിങ് ഇല്ലാതെ വരുമ്പോൾ പണ്ട് 5ഉം 8ഉം മക്കളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം ഷർട്ട് ചേട്ടന്റെ ഷർട്ട് അനിയനിടും, അനിയന്റെ ഷർട്ട് ചേട്ടനിടും. ഇത് അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു പങ്കുവെക്കലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരാള് മാത്രമായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ അവർക്ക് ഷെയറിങ്ങും ഇല്ല, അതുകൊണ്ട് തന്നെ കെയറിങ്ങും ഇല്ല. ഈ കെയറിങ് ഇല്ലാതെ വരുന്നതും ഒരു തരത്തിൽ ഇങ്ങനത്തെ ഈ വിവാഹം പോലും വേണ്ട എന്ന ചിന്താഗതിയിലേക്ക് യുവാക്കളെ നയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ അപ്പൊ ഈ അരാഷ്ട്രീയവാദത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞാൻ എനിക്ക് വേണ്ടി മാത്രം എന്ന ചിന്താഗതി വളർന്നു വരുന്നതാണ്. അത് അത്തരം കാര്യങ്ങള് സെൽഫിഷ്നെസ്സും ഈഗോയിസ്റ്റിക്കും ഒക്കെ ആയിട്ട് നമ്മൾക്ക് റൂബ്രിക്സ് ഉണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. എന്നാലും ഈ ഒരു പ്രശ്നം ഇന്ന് സമൂഹത്തിനെ ഒരു പ്രധാനമായിട്ടും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു അവസ്ഥ, ഇത്തരം നമ്മൾ ആശങ്കപ്പെടേണ്ട രീതിയിലൊരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് പലരും എന്നോട് പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു 1-2 കേസുകളിൽ വിവാഹം കഴിച്ചിട്ട് അവർ കുട്ടികൾ വേണ്ട എന്ന് വെച്ചിരിക്കുക. കുട്ടികൾ ഉണ്ടാവാതെ ഇരിക്കുക എന്നാണ് ആദ്യം ഞങ്ങളൊക്കെ ധരിച്ചത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവര് പറയുന്നത് കുട്ടികൾ വേണ്ട എന്നുള്ളതാണ്. കുട്ടികൾ വേണ്ട എന്ന് പറയുന്നതിന്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത് ഇതൊരു കഷ്ടപ്പാടാണ്. ഈ കൊച്ചുങ്ങളെ വളർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. എന്തിനാണ് ഈ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ നയൻ ഹോർസ് എടുത്തു പറഞ്ഞത് ഈ ഇങ്ങനെ ഇത്തരം കാര്യത്തിൽ, അതായത് ഈ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പുണ്ടാകുക. ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സമൂഹത്തിനും കൂടി വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആകുന്നത്. അപ്പൊ അത്തരം ആ നയന്ത ഫോർസത്തിൽ ഹനുമാൻ ഇത് മനസ്സിലാക്കി. ഹനുമാൻ ഇതിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ആദർശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെങ്കിലും നമ്മള് ഫലത്തില് ഇത് ഇന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് പോകുമ്പോൾ അതിന് ബദലാവാൻ ഒരു ബദൽ വൈദ്യശാസ്ത്രം എന്ന നിലയിൽ ബദലാവാൻ കഴിയുന്നത് നമ്മൾക്ക് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇതാണ് എനിക്ക് പൊതുവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച്, അതായത് ഈ മാറുന്ന യുവതയും സാമൂഹ്യ ബന്ധങ്ങളും എന്ന് പറയുമ്പോൾ യുവ തലമുറയിൽ ഇന്ന് കാണുന്ന ഉള്ള കാര്യങ്ങളിലേക്ക് പോവേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ അത് പോയാൽ തന്നെ അതൊരു അടുത്ത തലമുറ വേണ്ട എന്ന് ഉള്ള രീതിയിൽ ഉള്ള സമീപനം, അതോടൊപ്പം തന്നെ ഈ തികച്ചും സെൽഫ് സെന്റേർഡ് ആയി പോകുന്ന ഒരവസ്ഥ, ഈ അവസ്ഥകൾക്ക് മാറ്റം വേണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നമ്മൾക്ക് അതിനൊരു പരിഹാരം നമ്മുടെ വൈദ്യശാസ്ത്രം വഴി കുറെ കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എത്ര പരിഹാരം നിർദ്ദേശിച്ചാലും നിലനിൽക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ഘടകങ്ങൾ അതിനൊരു വിലങ്ങുതടിയാകും. അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ഈ ഒരു ചരിത്രം രാഷ്ട്രീയം ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ അടിമ ഉടമ വ്യവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്നത് കൃഷി കണ്ടുപിടിച്ചതോടുകൂടി കൃഷി ചെയ്യണമെങ്കിൽ കൃഷിക്ക് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വേണം. അപ്പോൾ ഒരുമിച്ച് കൂടുതൽ ആൾക്കാർ വേകുമ്പോൾ കുലാക്കളായ കർഷകര്, അതായത് ഭൂപ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അടിമ ഉടമത്വം അവസാനിപ്പിക്കണമെന്നും ഇവർക്ക് അവരുടെ തൊഴില് ഇവർക്ക് ആരുടെയെങ്കിലും ഒക്കെ ഈ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവകാശം ലഭിക്കണമെന്നുള്ള രീതിയിലുള്ള സമരങ്ങൾ നടന്നു. അതിനുശേഷം ആ സമരത്തിന് മാറ്റം വരുന്നത് ആ നിലയ്ക്ക് മാറ്റം വരുന്നത് വ്യവസായ വിപ്ലവത്തോടുകൂടി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഫാക്ടറികൾ വരികയും ഈ ഫാക്ടറികളിൽ പണി ചെയ്തെടുക്കുവാനായിട്ട് വളരെയധികം ആൾക്കാരുടെ ആവശ്യമാണ്. ഒരു ഫാക്ടറി, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ആയിരക്കണക്കിന് ആൾക്കാർ പണി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ ഫാക്ടറികളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരികയും ഫ്രഞ്ച് വിപ്ലവം പോലുള്ള സംഭവങ്ങളിൽ
അപ്പൊ ഈ തൊഴിലാളിയെ ലഭിക്കണമെങ്കിൽ ഒരു ജന്മിയുടെ കീഴിലുള്ള തൊഴിലാളിയെ പൊതുവായിട്ട് അതായത് അവൻ എവിടെ തൊഴിൽ ചെയ്യണം എന്നുള്ള അവകാശം അവന് ലഭിക്കണമെന്ന് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഈ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമരങ്ങൾ നടന്നു. ഇന്നിപ്പോൾ വൻകിട ഫാക്ടറികളുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. അതായത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ആയിരങ്ങൾ ജോലി ചെയ്യുന്ന ഫാക്ടറികൾ ഇന്ന് വേണ്ട. ഇന്നിപ്പോ ഈ പുതിയ റോബോട്ടിക് സംവിധാനമൊക്കെ വന്നതോടുകൂടി അത്തരത്തിലൊരു എത്രമാത്രം ആൾക്കാരെ കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പോക്കും ഒരുപക്ഷെ ഇത്തരം ചിന്താഗതി വളർത്തിവിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത് മനസ്സിലാക്കാതെ പുതിയ തലമുറ ഇത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കാതെ പുതിയ തലമുറ ഇതിനകത്തേക്ക് കടക്കുകയാണ്. ഇപ്പൊ തന്നെ അധികമായി എന്നാണ് എന്റെ സംസാരം, അധികമായെന്നാണ്. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഇത് റൂബ്രിക്സിലേക്ക് പോകാം. ദേവൻ ഡോക്ടർ ഒരു വ്യത്യസ്തമായ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും ഇതിന് എന്താണ് അഭിപ്രായം? എല്ലാവർക്കും സെൽഫ് സെന്റേർഡ് ആവുന്നുണ്ടോ? എന്താണ് മനുഷ്യന് വംശനാശം സംഭവിക്കുമോ പറഞ്ഞ് എന്നൊക്കെ ഉള്ള അതാണ് എന്റെ ഭയം. ഞാൻ തന്നെ അല്ല ഞാൻ തുടങ്ങട്ടെ. ധനേഷ് ഞാൻ പറഞ്ഞ് വിളിക്കാന്ന് തുടങ്ങിയത് ഡോക്ടറെ. അങ്ങനെ അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടറോട് സംവദിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. ധനേഷ് ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കുറുപ്പ് സാറിലേക്ക് വരും. തീർച്ചയായും വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ദേവൻ ഈ വേദിയിൽ അവതരിപ്പിച്ചത്. കാരണം നമ്മൾ എത്രയോ മുമ്പോട്ട് ഇനി പോകുമ്പോൾ തോറും നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ തന്നെയാണ് ഇതെല്ലാം. കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കുറയുന്നത് എന്ന് തോന്നുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്താണ് ഇവർക്കൊന്നും ഇതിന് താല്പര്യമില്ലാത്തത്? കാരണം അവരിതിനെക്കുറിച്ച് ബോധയുടെ അല്ലെന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ആര് ഭരിച്ചാലും ആര് എന്ത് ചെയ്താലും അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. പണ്ടൊക്കെ പിന്നെ ഈ പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചാൽ അതിന് കുറെ ബെനിഫിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ കുറച്ചു പേർക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നതായിട്ടുള്ള ഒരു ഫീലിംഗും അവർക്കുണ്ട്. പിന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവര് അറിവുള്ളവരാണ്. അന്നന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതിനോടൊക്കെ അവർക്ക് താല്പര്യക്കുറവുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ ഈ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുമാണ് താല്പര്യം എന്ന് ചിന്തിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു തലമുറയെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും. പണ്ടൊക്കെ അപ്പൊ തോന്നും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ സെക്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ടേ, അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എവിടെ നിന്ന് വേണേലും വാങ്ങാവുന്നതാണ് എന്ന രീതിയിൽ വരെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അതിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ല. അതിനപ്പുറത്ത് പലതും ഈ ലോകം കാണുന്നതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് ഭാവി തലമുറ, നമ്മൾ തന്നെ ഇപ്പൊ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഇനി അവരെയും കൂടി എന്തിനാണ് ഈ ദുരിതത്തിലോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈയിടെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞാണ്, ഡോക്ടറെ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ കൊച്ചിന്റെ അവരുടെ മകന്റെ ഒരു കുട്ടിയെ കാണാൻ ഭയങ്കര മോഹമാണ്, പക്ഷെ അവർക്കാണെങ്കിൽ കുട്ടികൾ എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം മക്കൾക്ക് താല്പര്യം ഇല്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയ്ക്കൊക്കെ ആണെങ്കിൽ പോലും അത് ബാധിക്കാറുണ്ട്. പല ആൾക്കാരും ചികിത്സകളെ കുറിച്ച് തന്നെ മടുത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ വ്യത്യസ്തമായ ചികിത്സ തേടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പലരും ഈ പ്രകൃതിയിലോട്ട് തിരിച്ചു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പ്രകൃതി ജീവനവും പ്രകൃതി കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമാന്യം നന്നായിട്ട് ജീവിക്കാം, ആ ജീവനമാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒന്നിലധികം ആൾക്കാരുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്ന സമൂഹം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ വാല്യൂസിനെ കുറിച്ച് അവർക്ക് അത്ര കണ്ട് ബോധ്യം ഇല്ല, അല്ലെങ്കിൽ അവരതിന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളിതെല്ലാം
അവരെ എങ്ങനെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും, ആ ഡോക്ടർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. പക്ഷേ ഈ കാലം ഇതാണ്, കാലത്തിൻ്റെ ഒരു ആവശ്യം ഇതാണ്. അപ്പം വെസ്റ്റേൺ കൺട്രീസിൽ എന്താണോ നടക്കുന്നത് ആ രീതിയിലോട്ട് നമ്മുടെ നാടിനെ ആക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിൽ മീഡിയയ്ക്ക് ഒത്തിരി പങ്കുണ്ട്. ഇതിന് നമുക്ക് ആരെയും കുറ്റാൻ പറയാനും പറ്റില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു കാര്യത്തിലും ഒരു വിയോജിപ്പും രേഖപ്പെടുത്താൻ അതിനകത്തൊന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിയോജിപ്പ് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ചർച്ച ഓക്കെ വരട്ടെ എന്നിട്ട് ധനേഷ് ഡോക്ടറെ, ആ. ധനേഷ് ഡോക്ടർ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ. കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തില്ലെങ്കിലും കുറുപ്പ് സാറ് മുഖം കാണിച്ചു ആദ്യം. ഓക്കെ, പറയാമോ? പറയാം. അതായത് ഇത് തുടങ്ങിയത് ഇന്നെങ്ങുമല്ല. ഇത് ആദ്യം തുടങ്ങിയത് വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെ തന്നെ ചൈനയിലും അതുപോലെ തന്നെ ഈ ജപ്പാനിലും ഒക്കെ ആദ്യം തുടങ്ങിയത്. അപ്പം അവരൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നിൽ കൂടുതൽ ആദ്യം 2 മതി, പിന്നെ 1 പിന്നെ ഒന്നും വേണ്ട എന്നുള്ള നിലയിൽ വന്നു. അപ്പം അവിടെയൊക്കെ വയസ്സന്മാരുടെ ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് സ്വിറ്റ്സർലൻഡില്ലേ, സ്വിറ്റ്സർലൻഡിൽ വയസ്സന്മാരും വയസ്സുകളേ ഉള്ളൂ, ചെറുപ്പക്കാരില്ല. നമ്മുടെ രാജ്യത്തിനുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാരാ. ഒരു 10 പേരേതെങ്കിലും രീതി മരിച്ചു കഴിഞ്ഞാലും 100 പേരതിനും അതിനെക്കാട്ടി സമർത്ഥന്മാരായവരുണ്ട്. അതൊരു മുതൽക്കൂട്ടാണ് ചെറുപ്പക്കാർ ലോകത്ത് ജീവിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കറിയാവുന്ന കുറേ കേസുകൾ ഇതുപോലെ എന്നാ പറയുന്നത്, ഈ കല്യാണം കഴിക്കാതെ എന്നെക്കാട്ടി പ്രായമുള്ള ഒരാൾ കല്യാണം കഴിച്ചില്ല. അവരാകാവുന്ന കാലത്ത് ഞാൻ പറഞ്ഞു, എടോ കല്യാണം കഴിക്കണോ, എന്തിനാ ഒരാളെ ചുറ്റിക്കുന്നത്, അത് വേണ്ട, ഞാൻ തന്നെ അങ്ങ് സഹിച്ചങ്ങ് തീർക്കാം. അവസാനം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൻ്റെ മുറ്റത്തിരുന്നപ്പം ഞാൻ അതിലൂടെ പോയപ്പോൾ എന്നെ കൈകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നിൽക്കണം, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചു. നീ അന്ന് പറഞ്ഞത് ശരിയാ, കല്യാണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് എനിക്ക് മനസ്സിലാക്കാം. അവസാനം അയാളെ നോക്കാൻ ആരുമില്ലാതെ, അയാളെ ഒരു പ്രത്യേക ഇത് പാർട്ടികൾക്ക് വേണ്ടി പുള്ളിയുടെ വസ്തുക്കളും കാര്യങ്ങളും എല്ലാം അവസാനം പുള്ളി വഴി കിടന്നാണ് മരിച്ചത്. പിന്നെ വേറൊരാളെ എനിക്കറിയാം, കല്യാണം കഴിച്ചു, നല്ലൊരു കല്യാണാലോചനയായിരുന്നു. കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ആള് പ്രസവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞൊരു ലേഡിയാ. ഇപ്പം ഏതാണ്ട് 60 വയസ്സോളം ആയി. ഇപ്പം തോന്നുന്നുണ്ട് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പല പല പ്രശ്നങ്ങളാണ്. അങ്ങനെ പലർക്കും ഇപ്പം വന്ന ബുദ്ധി നാളെ വരണമെന്നില്ല, ഇപ്പം പോയ ബുദ്ധി നാളെ തിരിച്ചു വരണമെന്നില്ല. അന്നേരത്തേനും സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഇപ്പം പെൺപിള്ളേരൊക്കെ കല്യാണം കഴിക്കുന്നത് ഏകദേശം 30-35 വയസ്സായി കഴിയുമ്പോഴാണ്. പണ്ടൊക്കെ ഒരു 20-25-നകം ഞങ്ങളുടെയൊക്കെ കൊച്ചിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുക, ഈ എന്നെ കല്യാണം കഴിക്കുന്നില്ല ഇല്ലെന്ന് ചോദിക്കും. കാരണം എൻ്റെ പെങ്ങന്മാരുടെയൊക്കെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം അത് പോയിട്ട് എല്ലാവരും 30-35. ഈയിടെ ഒരാൾ വിളിച്ചപ്പോൾ 38 വയസ്സായി, ഇതേവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചാൽ എന്നാണെന്ന് ചോദിച്ചു. അന്നേരാ പറഞ്ഞാൽ, ആദ്യം അമ്മ പറഞ്ഞു, മോളെ ആണുങ്ങളെ കണ്ടാൽ നോക്കരുത്, അവരോട് വർത്താനം പറയരുത്, അതൊക്കെ ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം പറയാം, എവിടെയും പോയി ആ പെണ്ണിന് 38-39 വയസ്സുണ്ട്, അമേരിക്ക ജോലിയാണ്. അപ്പം ഇപ്പം എവിടെ പോയി ഞാൻ കണ്ടുപിടിക്കാൻ അമ്മയെന്ന് തിരിച്ചു ചോദിക്കുന്നത്. ഇപ്പം ഞാൻ എന്നാ പറയുമെന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇല്ലാതുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ, എൻ്റെ അയൽവക്കത്ത് തന്നെ കുറഞ്ഞത് 10-15 പേരെ എനിക്ക് കല്യാണം കഴിക്കാതെ നിൽക്കുന്നതായിട്ടറിയാം. ചിലത് അപൂർവം, ചില സ്ത്രീകളും ഉണ്ട്, കുറെ കൂടുതൽ ആണുങ്ങളും ഉണ്ട്. കാരണം പെണ്ണ് കിട്ടാത്തത് കൊണ്ടാണ്. കാരണം പെൺപിള്ളേർ കൂടുതൽ പഠിക്കും, ആൺപിള്ളേർ അത്ര പഠിക്കുകയില്ല. ഒരു SLCയും ഗുസ്തിയും കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ വേറെ വരെ പഠിക്കും പോകും. പെൺപിള്ളേരൊക്കെ നല്ലോണം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് PhD നല്ല ജോലിയൊക്കെ ആയിക്കഴിയുമ്പോൾ അതിന് ഒപ്പിച്ചുള്ളൊരു ആലോചന കിട്ടാതെ വരുമ്പോൾ ഇനി പോട്ടെ, കഴിഞ്ഞില്ല, ഇനി സമയം കഴിഞ്ഞ് 40-45 വയസ്സായിട്ട് ഇനി അപൂർവം ചിലർ 42, 43, 44, 45 കെട്ടുന്നവരുണ്ട്. അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ
മകന് 45-ാമത്തെ വയസ്സിൽ ഒരു ലവ് മാരേജ്. അതുവരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടന്ന. അങ്ങനെ ഒരു 2-3 പേരെ എനിക്കറിയാം. അതുകൊണ്ട് ഭാവിയിൽ ഇപ്പോൾ ഉള്ളത് മാറാൻ മേലൊന്നുമില്ല. ഇപ്പം ചില കാസ്റ്റ് ക്രീഡിലൊക്കെ പണ്ടൊക്കെ 1-2 പിള്ളേർ മതി എന്ന് പറഞ്ഞു. ഇപ്പം സമുദായത്തിൽ നിന്ന് അങ്ങോട്ട് കാശ് കൊടുക്കും. 2 കൂടുതലുള്ള പിള്ളേർക്ക് മോതിരം കൊടുക്കും, അവരുടെ പാഠ്യച്ചെലവിനുള്ള കാശ് കൊടുക്കും. അങ്ങനെയൊക്കെ ആയ സമുദായങ്ങളുണ്ട്. ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഏതായാലും നമുക്ക് ഇത്ര ചെയ്യാം. നമുക്ക് വേറുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ അതായത് ഇതിൽ പറയുന്നുണ്ടെന്നാ പറയുന്നത്, ഖുറാനിൽ നിന്നെക്കൂട്ട് തന്നെ നിനക്കുള്ള ഒരാള് നിന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം സക്സസ്ഫുൾ ആയെന്ന്. എനിക്കറിയാൻ മേലെ കറക്റ്റാണ്. ഞാൻ ഖുറാൻ അധികം വായിച്ചിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കൂട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് വേണമെങ്കിൽ, നമ്മുടെ നിലനിൽപ്പ് വേണമെങ്കിൽ. എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു. പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? ഡിപ്രഷനാണ്. എന്നാ ഡിപ്രഷന് കാര്യം? ഒരു മകനേ ഉള്ളൂ. 50 ചില്വാനം ഏക്കർ എസ്റ്റേറ്റ് പുള്ളി പണിപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആളില്ലാതായി പോവുമല്ലോ, വല്ലവർക്കും പോവുമല്ലോ എന്നുള്ള ചിന്തയായത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അതായത് ഇതൊരു നല്ല വിഷയമാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഇത് മരുന്ന് കൊണ്ട് മാറുമോ, കൗൺസിലിംഗ് കൊണ്ട് മാറുകൊണ്ടോ, സൈക്കോതെറാപ്പി കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയാൻ മേല. എങ്കിലും ഇതൊരു നല്ല സബ്ജക്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മളെ കൊണ്ടാകാവുന്നത് കൗൺസിലിംഗ് ആയിട്ടോ സൈക്കോതെറാപ്പി കൊണ്ടായിട്ടോ ആൾക്കാരോട് പറഞ്ഞൊക്കെ ഒന്നും മാറ്റാൻ ഒരു പരിധി വരെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന. ഇപ്പം ഡോക്ടർ ദേവൻ പറഞ്ഞ മാതിരി ദി ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഒഡി മിഷൻ ടു റെസ്റ്റോർ സിസ്റ്റർ ഹെൽത്ത് നമ്മുടെ ഇത് ദി ഓട്ടോക്രസി ദാറ്റ് അനിമേറ്റ്സ് ദി മെറ്റീരിയൽ ബോഡി ആസ് റിഗാർഡ്സ് ബോത്ത് അവർ സെൻസേഷൻ ആൻഡ് ഒക്കെ സെൻസേഷൻ ആൻഡ് functions so that individual mind can employ for the higher purpose of our existence. അതാകട്ടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഇനി ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, സംസാരിക്കേണ്ടവർക്ക് വീണ്ടും പറയാം. ഞാനും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയാം. ഓക്കെ, സാറിന് ആര് ഗ്യാപ്പ് ഉള്ളപ്പോ വിളിക്കാം. ഓക്കെ. സാറ് എന്തായാലും കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അടുത്ത ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. നന്ദി ശൈല ഡോക്ടറെ. നമസ്കാരം ദേവ ഡോക്ടറെ. എനിക്ക് തോന്നുന്നു കേക്കാവോ? കേൾക്കാം. എനിക്ക് തോന്നുന്ന ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ചെറുപ്പക്കാരെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതും കൺസൾട്ടേഷൻ വരുന്ന എല്ലാവർക്കും ആർക്കും താല്പര്യമില്ല കല്യാണം കഴിക്കാൻ. അവർ പറയുന്നത് അതൊരു ബോറിംഗ് പരിപാടിയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഫൈനാൻഷ്യലി നല്ല സെറ്റപ്പ് ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അതൊരു പിന്നെ ഒരു ബർഡനാകും. അപ്പോൾ ഫസ്റ്റ് റീസൺ താല്പര്യം പൊതുവേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് കല്യാണം കഴിച്ചിട്ട് എന്നുള്ളൊരു മനോഭാവമാണ് പൊതുവേ ചെറുപ്പക്കാരിലുണ്ട്. അതെനിക്ക് പല കുട്ടികളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സാമ്പത്തികമായ ഭദ്രത ഇല്ലല്ലോ, പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടാണ് എന്നുള്ള അതൊരു രണ്ടാമത്തെ മെയിൻ കാരണമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുരാണത്തിലൊക്കെ പറയുന്നത് പുത്രൻ അല്ലെ പുത്രി ഉണ്ടായാൽ മാത്രമേ ഒരാളിന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ എന്നുള്ള സംസ്കൃത ശ്ലോകമൊക്കെ ഉണ്ട്. ഞാനത് മറന്നുപോയി, എനിക്ക് അറിയാമായിരുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ഒരു പുത്രൻ അല്ലെ ഒരു പുത്രി ഉണ്ടെങ്കിലേ നമ്മളുടെ കുടുംബ ഇത് പാരമ്പര്യം നിലനിർത്താൻ അത് ആവശ്യമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, കുടുംബം പാരമ്പര്യം എന്നുള്ള നിലയിലല്ല, വ്യക്തി അധിഷ്ഠിതമായിട്ടും പുത്രികൾ വേണം, പുത്രാദികൾ വേണം എന്നുള്ള സംസ്കൃത ശ്ലോകമുണ്ട്. അതിനെ വളരെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ശ്ലോകമാണത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് തലമുറ വേണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഇതിനെ പറ്റിയൊക്കെ കുറച്ച് ഒരു സ്നേഹമായിട്ടുള്ള, ഇന്ന് കാണുന്ന ഒത്തിരി കുടുംബത്തിൽ കാണുന്ന കുട്ടികൾ വന്നിട്ട് എത്രയോ കൊലപാതകങ്ങൾ, പെൺകുട്ടികൾ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ തിരിച്ച് അവരെ ആസിഡ് ഒഴിക്കുക അല്ലെ വെട്ടിക്കൊല്ലുക, അങ്ങനെയാണ് കാണുന്ന ഇപ്പം നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ഒരു നിലവ വന്നത്
ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുടുംബത്തിനകത്ത് തന്നെ നല്ല ഒരു സ്നേഹവും പരിചരണവും മറ്റ് സ്ത്രീയാണെങ്കിലും സഹോദരിയാണെങ്കിലും അമ്മയാണെങ്കിലും ആ ഒരു നല്ല ഒരു ഇത് കാണിച്ചു കൊടുക്കാഞ്ഞിട്ടല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. പേരൻസിനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞുനാളിൽ തന്നെ അത് ഒരു മാതാപിതാവ് ആകുന്ന ഒരു വ്യക്തി തന്നെ ഇതിന്റെ കർത്തവ്യവും കടമകളും അതിന്റെ പാരമ്പര്യ ഇതിനെ പറ്റിയുള്ള ബോധ്യങ്ങളും എല്ലാം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് വളർന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മനോഭാവത്തിന് മാറ്റം വരും. ഈ അക്രമാസക്തമായ ഒരു പുതുതലമുറയുടെ അതും പിന്നെ ഒരു സൈലന്റ് ആയ കുറെ തലമുറകൾ അങ്ങനെയാണ്. കല്യാണം കഴിക്കേണ്ട എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്കൊക്കെ അവര് വളരെ കൊയറ്റ് കുട്ടികളാണ് അവര് പറയുന്നത്. അല്ലാതെ അവര് വലിയ ഇത് ഭയങ്കര ഇതായിട്ടുള്ള കുട്ടികളല്ല. വളരെ സോഫ്റ്റ് ഹാബിറ്റുള്ള കുട്ടികളാണ് ഈ വേണ്ട എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ സമൂഹത്തിന്റെ ഒരു വലിയ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം ഇനി അറിയാവുന്നവർ പറയൂ. എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ലതാ മനോഹരൻ ഡോക്ടറെ, കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. ഇനിയും ഇതുപോലെ പറയാൻ താല്പര്യമുള്ളവർ ദയവായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സലീം കുമാർ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, ഷഫീഖ് ഡോക്ടർ ഉണ്ട്, പിന്നെ അബ്ദുൽ സലാം സാറും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്യാം. അവരവരുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്താം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹരിഹരൻ സാർ വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് കാര്യം എൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ. എൻ്റെ ഒരു സംശയം, നമ്മളെയൊക്കെ ചെറുപ്പത്തില് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള, കല്യാണം കഴിച്ചാൽ എന്താണ് ജീവിതം എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കല്യാണം കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഇപ്പൊ ആ ആകാംക്ഷയെ ഇല്ല, എല്ലാവർക്കും അറിയാം. ആകാംക്ഷ ഇപ്പോഴത്തെ ജനറേഷന് ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ കല്യാണം. പിന്നെ കല്യാണം കഴിച്ച് പോകുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, ഈ പിള്ളേര് ഹോസ്റ്റലുകളിൽ സംസാരം ഉണ്ടെന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാലേ അതൊക്കെ അമ്മായിയമ്മ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അവര് പറയുന്ന ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. ആർക്കും വേണമെങ്കിൽ കല്യാണം, അവര് പറയുന്നതൊന്നും കേൾക്കാനൊന്നും നമുക്ക് വയ്യ എന്നുള്ള ഒരു നിലപാട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി ജോലി ചെയ്യണം, അതൊന്നും വയ്യ. പിന്നെ സ്വാർത്ഥത മാത്രം. കാരണം അവർക്ക് നന്നായി ജീവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവും. അല്ലേ കല്യാണത്തിന് വലിയ സമ്പത്തൊന്നും വേണ്ട കല്യാണം കഴിച്ച് ജീവിക്കാൻ. ഈ 2-3 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ഹരിഹരൻ സാറ് മുഖം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഹരിഹരൻ സാറിലേക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ സാർ. കൊള്ളാം. ദേവന്റെ ആശങ്ക കാലികമാണ്. ഇപ്പോ ഇങ്ങനെ ഒരു ആശങ്ക വന്നത് ഞാൻ ഇതിനു മുമ്പേ ഇത് ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങള് എന്താന്ന് വെച്ചാൽ എന്റെ ഒബ്സർവേഷൻ ഞാൻ പറയാം. അതായത് ഒരു കുട്ടി വളർന്നു വരുമ്പോ അവന്റെ ബാല്യത്തിൽ അനുഭവിക്കേണ്ടത് അവൻ അനുഭവിക്കണം ആദ്യകാലങ്ങളിൽ. അത് കഴിഞ്ഞ് കൗമാരത്തില് അവന് ചില ആഗ്രഹങ്ങളുണ്ട്, അത് സാധിക്കണം. അത് കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ അവന് കുറെ ആഗ്രഹങ്ങളുണ്ട്, അത് സാധിക്കണം. അത് കഴിഞ്ഞ് അവന് ഒരു 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 മധ്യ വയസ്കനാകുമ്പോൾ അതിന് ചില കടമകളുണ്ട്, അവനത് നിർവഹിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രായമാകുമ്പോൾ പിന്നെ അവന്റെ മറ്റു ഘടകങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവന് സന്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. അപ്പൊ അങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പം അത് ഞാൻ അതവിടെ നിൽക്കട്ടെ. വെസ്റ്റേൺ കൺട്രീസിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവരെ ഈ പറഞ്ഞൊന്നും അവർക്കില്ല. പക്ഷേ അവര് കൗമാരത്തിൽ അനുഭവിക്കേണ്ടത് ബാല്യത്തിൽ അനുഭവിക്കേണ്ടത് അതിനു മുമ്പും, അത് കഴിഞ്ഞിട്ട് കൗമാരം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ അനുഭവിക്കേണ്ടത് യൗവനത്തിൽ അനുഭവിക്കേണ്ടത് നേരത്തെയും ഓരോന്ന് അഡ്വാൻസ് ആയിട്ടാണ് അവൻ അനുഭവിക്കുന്നത്. അപ്പൊ ഏതാണ്ട് കൗമാരമായി കഴിഞ്ഞാൽ, യുവത്വമായി കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള അവന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം അവൻ അനുഭവിച്ചു കഴിയും.
അനുഭവിച്ചു കഴിയും. പിന്നെ അവന് വേറെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ ആയി വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മനസ്സിനൊരു സ്റ്റാഗ്നേഷൻ. ആ സ്റ്റാഗ്നേഷനാണ് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ ഇനി എന്ത് എന്നൊരു ചോദ്യം വരും. ആ ഇനി എന്തെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ബുദ്ധിമാന്മാരും ചിന്തിക്കുന്നവരും പതുക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് മടങ്ങും. അവൻ അപ്പം ചിന്തിക്കും, എനിക്ക് എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അത് ഹു ഈസ് ഐ ആം, ഞാൻ ആരാണ് എന്നതിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും. അവിടെയാണ് സ്പിരിച്വാലിറ്റി ജനിക്കുന്നത്. അവിടെ അതുകൊണ്ടാണ് വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒത്തിരി പേര് നമ്മുടെ ഭാരതത്തിൽ വരാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ സംഭവിച്ചത് ഇപ്പൊ ഭാരതത്തിൽ തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. അത് അടുത്ത കുറെ കാലത്തിനകം അത് ഭാരതത്തിൽ ഭയങ്കരമായിട്ട് സംഭവിക്കുക. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതിപ്പോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികളല്ല, നമ്മുടെ കുട്ടികളുടെ കുട്ടികളിൽ അതിതീവ്രമായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ, അതായത് ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു 35-30 വയസ്സുള്ള ആ പ്രായത്തിലുള്ളവരിൽ അതിപ്പോ നന്നായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ജനറേഷനിൽ അത് വളരെ ശക്തമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ജനസംഖ്യ താഴും. അവർക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു സൈക്കോട്ടിക് സ്റ്റേജ്, നമ്മളെ സോറിക് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു സൈക്കോട്ടിക് സ്റ്റേജ് ആ സമയത്ത് ഒരു സ്റ്റാഗ്നേഷനാണ്. ഒരു ഫുള്ളി സമൂഹത്തിലൊരു സ്റ്റാഗ്നേഷനാണ്. ഒരു നിഷ്ക്രിയത്വം വരും. അപ്പം പിന്നെ അടുത്തത് എന്ത്? അവിടെയാണ് പ്രോപ്പർ എഡ്യൂക്കേഷന്റെ ആവശ്യം വരുന്നത്. അവിടെ ആ പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയില്ല എങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. എന്നുവെച്ചാൽ ഒന്നും ചെയ്യാനില്ല, അവനൊന്നും ചെയ്യാനില്ല. അവൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? അപ്പൊ അവൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ അങ്ങനെ ധാരാളം ആത്മഹത്യകൾ ഇപ്പം നമ്മളിപ്പോ കാണുന്നുണ്ട്. അത് നമ്മൾ അന്വേഷിച്ചില്ലാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പർ എഡ്യൂക്കേഷൻ ആണ് ഇവിടെ വേണ്ടത്. ഈ അമിതമായിട്ടുള്ള സുഖലോലുപത്വം ഇപ്പൊ സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, കുട്ടികൾ ഡ്രഗ് കഴിക്കുന്നു, കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അതെന്താ കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ആ സമയത്ത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവന് ഈ മദ്യപാനത്തിന്റെയും ഇതിന്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവന് അതിൽ നിന്ന് വിട്ടുപോവാൻ കഴിയാതെ വരും. അതൊരു വല്ലാത്ത ട്രാജഡിയാണ്. അങ്ങനെ സമൂഹത്തിന്റെ പോക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള പോക്കിലേക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ ശരിക്കും പ്രോപ്പർ എഡ്യൂക്കേഷൻ വേണം. ഈ സുഖലോലുപത്വം ഒത്തിരി കുറയണം. ഓരോ ഘട്ടത്തിലും അനുഭവിക്കേണ്ടത് അതാത് ഘട്ടത്തിലേ അനുഭവിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഡോക്ടർ ഇപ്പൊ ശൈല ഡോക്ടർ പറഞ്ഞ കണക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ സെക്സ് ആസ്വദിച്ചിട്ടില്ല ഞങ്ങളാരും. കല്യാണം കഴിഞ്ഞിട്ടാണ് സെക്സ് ആസ്വദിക്കുന്നത്. അപ്പൊ ആ സെക്സ് ആസ്വദിക്കാനുള്ള ആഗ്രഹം കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിന് സാധ്യതയില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. അന്ന് അതിന് സാധ്യതയില്ല. ഇന്നതിന് സാധ്യതകളുണ്ട്. അപ്പം കുട്ടികൾ ആ വഴി തേടി. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തിന് കല്യാണം കഴിക്കണം? ഇപ്പൊ ബാംഗ്ലൂരൊക്കെ IT മേഖലയിലുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് ഒത്തിരി പേര്, സ്ത്രീകളും പുരുഷനും ഒക്കെ ലിവിങ് ടുഗദർ ആണ്. ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അപ്പൊ അവന്റെ സെക്ഷൽ തേഴ്സ്റ്റ് കുറഞ്ഞു, അവരുടെ രണ്ടുപേരുടെയും സെക്ഷൽ തേഴ്സ്റ്റ് കഴിഞ്ഞു. അത് കുറെ കഴിയുമ്പോഴത്തേക്ക് അതിന് സ്റ്റാഗ്നേഷൻ വന്നു. എനിക്കിത് ആവശ്യമില്ല എന്ന് വന്നു. അവർക്ക് ഏണിംഗ് ഉണ്ട്,
പണം കിട്ടുന്നുണ്ട്, അവർ ജീവിക്കുന്നു. അപ്പൊ അതങ്ങ് തീർന്നു. പിന്നെ ഈ കുട്ടികളുണ്ടായിട്ട് കുട്ടികളെ കൊണ്ട് ജീവിക്കുക, കുട്ടികളെ ഒരു വികാറിയസ് ആയിട്ടുള്ള ഒരു 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 സുഖം അനുഭവിക്കുക, അതൊന്നും ഇന്നത്തെ തലമുറയുടെയൊക്കെ പറയുകയൊന്നും വേണ്ട. അവർക്കത് കേൾക്കുകയും വേണ്ട. ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിച്ചോണം. അതായത് ഈ പേപ്പർ നമ്മൾ വരുത്തുന്നു, പേപ്പർ ഒന്ന് ചുരുക്കിയേക്കണേ. ചുരുക്കുക. ഈ ന്യൂസ് പേപ്പറിൽ അവർ നോക്കുന്നത് എന്താ നോക്കുന്നത്? അവർ ഉടൻ ഇതെടുത്തിട്ട് എന്റെ കൊച്ചുമോൻ പോലും അവൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നേരെ സ്പോർട്സ് പേജിലേക്ക് പോകും. അത് മാത്രമേ നോക്കാറുള്ളൂ, ബാക്കിയൊന്നും നോക്കാറില്ല. അവനൊന്നും മറ്റേതൊന്നും അറിയേണ്ട കാര്യമില്ല. അവനതിന് താല്പര്യമില്ല. ഞാൻ നിർത്തുക. ഇതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, ഹരിഹരൻ സാറ് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേവൻ ഡോക്ടർ ഇതിനെല്ലാം കൂടെ സംഗ്രഹിച്ച് അവസാനം മറുപടി പറയുമെന്ന് വിചാരിക്കുന്നു. സലീംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഇതില് ദേവൻ ഡോക്ടർ ഇങ്ങനൊരു വിഷയം എടുത്തിട്ടായാലും നന്നായി. അദ്ദേഹം അത് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത് സന്തോഷം. ഇവിടെ ഇപ്പൊ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞു കൊടുത്ത് തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ മാറ്റം വന്നു തുടങ്ങി. അതുകൊണ്ടാണ് സാഹിബ്മാർ ഇന്ത്യൻ ഇവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ കൂടുതൽ കാലം ജീവിക്കാമെന്നും അതിൽ അവിടുത്തെ സ്ത്രീകള് ഇവിടുത്തെ പുരുഷന്മാരെ കല്യാണം കഴിച്ചാൽ കൂടുതൽ കാലം ജീവിക്കാമെന്നുള്ള ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെയും നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റൈലിൽ വിവാഹം ജീവിച്ച് വർഷങ്ങളോളം ഒരു ഡൈവോഴ്സും ഇല്ലാതെ നമ്മൾ മാധ്യമങ്ങളോട് കേൾക്കണമല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കേൾക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഇതില് എനിക്കൊരു അനുഭവം പറയാനുള്ളത്, എൻ്റെ ഒരു പേഷ്യന്റിന്റെ ചേച്ചിയുടെ മോള്, ഞാൻ ഇതിലും ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹിമാലയത്തില് അവര് ഓരോരുത്തരും ഓരോരോ ചെറിയ ചെറിയ വീടുകൾ വെച്ച് താമസിക്കുകയാണ്. എല്ലാവരും IT-കാരാണ്. എല്ലാവരും ഇപ്പം 40-45 കഴിഞ്ഞു. അപ്പൊ ഇവര് ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടുത്തെ കുട്ടി, ഇവരുടെ ചേച്ചിയുടെ മോള് സങ്കടത്തോടെ പറഞ്ഞു എന്നാ പറയണേ, നിങ്ങളൊക്കെയാണ് ലൈഫ് എന്താണെന്ന് ശരിയായിട്ട് ആസ്വദിക്കുന്നത്, ഞങ്ങളൊന്നും അല്ല. ഞങ്ങളുടെ ഈ ജീവിതത്തിലെ അതൊരു അർത്ഥവുമില്ല, അർത്ഥശൂന്യമാണെന്നൊക്കെ അവർ ഈ 45 വയസ്സൊക്കെ ആയപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതും വിവാഹം കഴിക്കുന്ന ജീവിതത്തിൽ കൊണ്ട് സുഖമില്ലെന്നും ഒക്കെ മനസ്സിലാക്കി ഒറ്റയ്ക്ക് ഹിമാചൽ പ്രദേശ് വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ സമയം വൈകിപ്പോയി. ഇനി ഇതിനകത്ത് ഈ നമ്മുടെ പെൺകുട്ടികൾ പൊതുവേ ഇപ്പൊ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്, ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പിലും ഒക്കെയുള്ള അമ്മമാരൊക്കെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നത്. ഇവർക്ക് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കോമഡി ഷോ പോലുള്ള ഇതായാലും സിനിമയായാലും എല്ലാത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ, വിവാഹ ജീവിതത്തിലെ കുഴപ്പങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും സിനിമയിലൊക്കെ പരസ്യങ്ങളൊക്കെ നോക്കിയാൽ എന്താ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ബാത്റൂമിലെ അഴുക്ക്, ടോയ്ലറ്റിലെ അഴുക്ക്, വസ്ത്രത്തിലെ കറ. ഇതാണ് ഇന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കറിയാത്തത്. അന്ന് പറഞ്ഞ പോലെ ഈ വിവാഹ ജീവിതത്തിലെ നല്ല വശങ്ങൾ എന്താണെന്നോ അതിന്റെ സുഖങ്ങൾ എന്താണെന്നോ അതിനുള്ള ഗുണങ്ങൾ എന്താണെന്നോ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും വരുന്നില്ല. മറിച്ച് കുഴപ്പങ്ങൾ മാത്രം അതിന് ചർച്ച ചെയ്യപ്പെടാൻ, അതിനകത്ത് മേമ്പടി കൂട്ടാനൊക്കെ വകുപ്പുള്ളതുകൊണ്ട്, രസം ചേർക്കാനുള്ളതുകൊണ്ട് അത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്കാണ് വിവാഹ വിരോധമുള്ളത്. അവരൊക്കെ വിചാരിക്കുന്നത് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ആകെ ദുരനുഭവമാണെന്നുള്ള ഒരു ചിന്തയിലാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കൂട്ടർ വിവാഹം കഴിക്കേണ്ട, ഇനി വിവാഹം കഴിച്ചാൽ കുട്ടികൾ വേണ്ട, സാറ് പറഞ്ഞല്ലോ കുട്ടികൾ വേണ്ട, കുട്ടികൾക്ക് പകരം വേറൊരു കൂട്ടർ പറയുന്നത് ദത്തെടുത്താൽ പോരെ എന്നുള്ളതാണ്. ഈ ദത്തെടുത്താൽ പോരെ എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ ചാരിറ്റി വർക്ക് പോലെയൊക്കെ തോന്നുമെങ്കിലും പലപ്പോഴും അതിലും പ്രശ്നമുണ്ട്. കാര്യം പലപ്പോഴും ദത്തെടുത്ത കുട്ടികൾ ഏത് ടൈപ്പ് ആളുകളുടെയാണ്, വല്ല സോഷ്യൽ ക്രിമിനൽസിൻ്റെ ഒക്കെ ആണോ അങ്ങനെ അറിയാൻ വെള്ളത്തിൻ്റെ, അത് വളർന്നു വന്നപ്പോൾ ഭയങ്കര കുഴപ്പക്കാരായി മാറിയ ആളുകൾ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാം, നമ്മൾ ജനറ്റിക്സ് നോക്കേണ്ടി വരും. പിന്നെ ഇതിനൊരു ഇന്നത്തെ കുട്ടികൾക്ക് സാറ് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു തലമുറ വരെ, ഇപ്പോൾ ഉള്ള നമ്മളൊക്കെ വിവാഹം കഴിച്ച തലമുറ വരെയുള്ളവർക്ക് വിവാഹ ജീവിതത്തൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ സങ്കല്പത്തിലെ കാമുകനൊക്കെ വളരെ രസകരമായിരുന്നു. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളന്നൊരു കാമുകിക്ക് ഒരു ലെറ്റർ കൊടുക്കണമെങ്കിൽ വേറെ ആളുടെ കാല് പിടിക്കണം, അവളെ പോയി നോക്കി നിൽക്കണം, മണിക്കൂറിനൊക്കെ അവളുടെ വീടിൻ്റെ ചുറ്റിടത്തിൽ നിന്ന് കറങ്ങി തിരിയണം. എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനുള്ള വിവരം കൊടുക്കുന്നത്. ഇന്നതല്ല, നമ്മളെ മൊബൈൽ തൂത്തി അപ്പം തന്നെ കാര്യം നടക്കുകയാണ്. അപ്പൊ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കഴിഞ്ഞുമ്പോൾ അതിന്റെ ഇത് പോയി. ഇപ്പൊ പിന്നെ എന്ന് പറഞ്ഞാൽ അത് മാറി മാറി പയ്യനെ വാങ്ങണ പൊല്ലാപ്പന്തിന് പാല് കുടിച്ചാൽ പോരെ എന്നുള്ള ഒരു തിയറി ഇന്നത്തെ സൊസൈറ്റിയിൽ അത് വന്നിട്ടുണ്ട്.
അത് ലിവിങ് ടുഗദറായിട്ടും ലിവിങ് ടുഗദറിൽ വിവാഹത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും ഇപ്പോൾ പലയിടത്തും ജില്ലകൾ മാറി സംഭവിക്കുന്നു. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ 2-3 വീടുകൾ വാടക കൊടുത്തേക്കുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് എനിക്കറിയാം. ഇന്ന് ലിവിങ് ടുഗദറുകൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെയുണ്ട്. അവർ ആദ്യം പലയിടത്തും ഒരു വീട്ടിൽ 2 മുറിയിൽ കിടക്കുന്നു, പിന്നെ ഒരു മുറിയിലാക്കുന്നു, അതിൻ്റെ ഒരു മുറി വേറൊരാൾക്ക് വാടക കൊടുത്തുകൊണ്ട് ഇവർ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്ന് കോമൺ ആണ്. എവിടെ വീടുകൾ ഉണ്ടോ ചോദിച്ചു വരുന്നത് മിക്കവാറും ലിവിങ് ടുഗദറുകാരാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് ബുദ്ധിയുദിക്കുള്ളൂ. പാശ്ചാത്യന് ഇപ്പോൾ വിവരം വെച്ച് തുടങ്ങി നമ്മൾ അവൻ്റെ പുറകെ പോകുന്നത്. അതായിരിക്കാം നമുക്ക് സംഭവിക്കുന്നത്. ഇതിനെന്ത് പരിഹാരമാണെന്നുള്ളത് അനുഭവിച്ചറിയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സലീം കുമാർ ഡോക്ടറെ, ഡോക്ടർ ചില കാര്യങ്ങൾ ലിവിങ് ടുഗദറൊക്കെ ഇപ്പൊ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഡോക്ടറെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഓൾഡ് ജനറേഷനേക്കാളും കുറെ കൂടെ ട്രൂത്ത്ഫുൾ ആണ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ. ആണോ? അതെ, വളരെ സത്യം. വെരി ട്രൂത്ത്ഫുൾ. അതായത് നമ്മള് കാര്യം ചോദിക്കുമ്പോൾ ഒരിക്കലും അവനത് മറച്ചു വെക്കത്തില്ല. ഇല്ല, അവന് ആ കാര്യം തുറന്ന് നമ്മുടെ കൈ പറയും. മറ്റേത് അങ്ങനല്ല. നമ്മുടെ ഈ തലമുറ, അതായത് എന്റെയും ഡോക്ടറുടെയും, അതായത് ഈ ഒരു മധ്യവയസ്കരെ നമ്മള് ഒത്തിരി കാര്യങ്ങൾ മറച്ചു വെക്കും. പക്ഷെ ഇവരങ്ങനെ മറച്ചു വെക്കാറില്ല. ചെയ്യാമെങ്കിൽ പറയും, ചെയ്തെന്ന് പറയും. അതൊന്ന് ഞാൻ കണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ട് കണ്ടിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. എന്താ അറിയാമോ? ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതാണ് ഇതിന്റെ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. അവന്റെ അച്ഛനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അമ്മയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ഫ്രണ്ട്സിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല. ദർ ഈസ് നോ കമ്മിറ്റ്മെന്റ് ടു എനിബഡി. സാറും ഞാൻ ഉൾപ്പെടുന്ന തലമുറ കാരണവന്മാര് തന്നെ മാതാപിതാക്കൾ തന്നെയാണ് അവരങ്ങനെ ആക്കിയെടുത്തത്. അത് തന്നെ. അതായത് അതിന് ഞാൻ ഈ മാതാപിതാക്കളെ തന്നെ പറയും, സമയം എടുത്താണെങ്കിൽ ഞാൻ പറയാം. റൂബ്രിക്കുകൾ പറയാനുണ്ട്. ദേവൻ ഡോക്ടർക്ക് ഇങ്ങനെ പോകുന്നതിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന റൂബ്രിക്കുകൾ, പോകാതിരിക്കാൻ ഏതൊക്കെ റൂബ്രിക്കുകൾ എടുത്ത ആളുകളെ കൈകാര്യം ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ദേവൻ ഡോക്ടർ പറയും. അല്ല, എന്റെ ടീച്ചർ ഭദ്രമ്മ മാഡം ഉണ്ട്. ടീച്ചർ വല്ലതും പറയുന്നു. മാഡം സംസാരിക്കാനാണോ? ഭദ്രമ്മ മാഡം എന്നില്ല. മാഡത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, മാഡം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നേ ഉള്ളു. വേറെ എന്തോ നോക്കിയാന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ സംസാരിച്ചോളൂ. പത്തൊമ്പത് 20 അപ്പൊ ഇനി 10 മിനിറ്റ് ഉള്ളൂ. ഡോക്ടർ സംസാരിച്ചു. എനിക്ക് പ്രധാനമായിട്ടും ഞാൻ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ച ആശയം, ഇത് ഇപ്പോ വേറെ ആർക്കും ഇല്ലല്ലോ, ഒന്നും പറയാനില്ലല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവര് പറഞ്ഞോളൂ. ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇത് അങ്ങനെയൊന്നും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. പെട്ടെന്നൊരു മാറ്റം വരുത്താൻ പറ്റുന്ന സംഗതിയും അല്ലല്ല. മാറ്റം കാര്യം ഇപ്പൊ AI വന്നു കഴിഞ്ഞു. ആ AI ചോദിക്കുകയാണ്, നിങ്ങള് ഇങ്ങനെ ചൈന ഇപ്പം ഏറ്റവും വലിയ AI വന്നു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ എന്ത് ചോദ്യം ഉണ്ടോ അവന്റെ ചോദിച്ചാൽ അവനോട് ഉത്തരം പറയും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊരു 2ാം ഭാഗം ഇനി വെച്ചാ മതി. കുറുപ്പ് സാറിന് പറയാനുള്ള എല്ലാം പറയാൻ പോലും സമയം കിട്ടിയില്ല. അല്ല, ദേവന് ഹോമിയോപ്പതി ആയിട്ട് ഇതെങ്ങനാ ലിങ്ക് ചെയ്തേക്കെന്ന് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിന് സമയം കളയാതെ ദേവൻ ഡോക്ടർ പറയും. അല്ല, ഞാൻ ആദ്യം തന്നെ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഈ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ മാറിയെങ്കിൽ പോലും ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഒരു സെൽഫിഷ്നെസ് തന്നെയാണ്. ഞാൻ മാത്രം മതി, എനിക്ക് എന്റെ സുഖം, എനിക്ക് എന്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ എനിക്ക് അടുത്തൊരു തലമുറ പോലും വേണ്ട എന്ന ചിന്തയിലേക്ക് ഒരാൾ എത്തുന്നത് എന്ന് പറയുന്നത്
എനിക്ക് എൻ്റെത് മാത്രം ഞാൻ എന്നിൽ അവസാനിക്കുകയാണ് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ ആ ഒരു സെൽഫ് സെന്റേർഡ്നെസ് ഇതിനകത്തൊരു ഒരു ഒരു മുഖ്യ ഘടകമാണ്. നമ്മൾക്കത് ഹോമിയോപ്പതിയിൽ ഇപ്പോ അതിന്റെ ആ സെൽഫ് സെന്റേർഡ്നെസ്സിനാണെങ്കിൽ നമ്മൾ ഈഗോസ്റ്റിക് എന്നുള്ള റൂബ്രിക്സ് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ അതല്ലാതെ ഇതിന്റെ ഒരു പ്രായോഗിക തലത്തിൽ നോക്കുകയാണെങ്കിൽ മാരേജ് ഈസ് അൺഎൻഡ്യൂറബിൾ എന്നുള്ള റൂബ്രിക്സ് ഉണ്ട്. അതില് മാരേജ് ഈസ് അത് ഒരു തരത്തിലും അതിനെ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും. ഐഡിയ ഓഫ് മാരേജ് സെയിംഡ് അതിനെ ഒരു തരത്തിലും നമ്മൾക്ക് അതിനോട് സ്വീകരിക്കാൻ പറ്റത്തില്ല ഡോക്ടർ എന്നുള്ള അപ്പൊ പറഞ്ഞ റൂബ്രിക് എന്താണ്? അൺഎൻഡ്യൂറബിൾ. അൺഎൻഡ്യൂറബിൾ. ഐഡിയ ഓഫ് മാരേജ് സെയിംഡ് അൺഎൻഡ്യൂറബിൾ. കേട്ടോ? വളരെ കോമൺ ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ലാക്കസിസ്, ലൈക്കോപോഡിയം, നക്സോം, ഇതൊക്കെയാണ് പിക്രിക് ആസിഡ്, പൾസ്, സ്റ്റാക്സാഗ്രിയ. അതിൽ തന്നെ ഇനി അവേർഷൻ ടു മാരേജ് ഉണ്ട്. മാരേജിനോട് ഇഷ്ടമില്ലായിരുന്നു. അതിൽ ലാക്കസിസും നക്സോമിക്കും ഈ പിക്രിക് ആസിഡും പൾസാറ്റിലെയും തന്നെ അതിലും വരുന്നുണ്ട്. അവേർഷൻ ടു മാരേജ് എന്നുള്ളത്. അതോടൊപ്പം നമ്മൾ ഇതൊരു സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം സെൽഫിഷ്നെസ് തന്നെയാണ്. സെൽഫിഷ്നെസ് കിടക്കുന്നത് കൊണ്ടാണ് എന്റേത് മാത്രം ഞാൻ അധ്വാനിക്കുന്ന പണം എന്തിനാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഡോക്ടറെ വിയോജിപ്പുണ്ട് കേട്ടോ, വിയോജിപ്പുണ്ട്. അത് പറഞ്ഞോളൂ. പറയാമോ? വിയോജിപ്പ് പറയാമോ? അദ്ദേഹം പറഞ്ഞു തീർത്തിട്ട് പറയാം. പിന്നെ ദേവരാജൻ ഡോക്ടർ പറയാൻ സമയം കിട്ടൂല. അല്ല, വിയോജിപ്പുകളെ ഞാൻ സ്വാഗതം ചെയ്യാറുള്ളത്. എനിക്ക് ചർച്ചകളിൽ അങ്ങനെയുള്ള വിയോജിപ്പ് ഉയർത്തുന്നതിനോട് വിരോധമൊന്നുമില്ല. അല്ല, ഡോക്ടർ പറഞ്ഞു തീർക്കട്ടെ. ഡോക്ടർ പറഞ്ഞു തീർത്തോ? പറഞ്ഞു തീർക്കും. ദേവൻ ഡോക്ടർ പറയും. പിന്നെ സെൽഫിഷ്നെസ് ആണ്. സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് പോസിറ്റീവ് റൂബ്രിക്സില് സിംറ്റംസ് റൂബ്രിക്സ് വളരെ കുറവാണ്. പക്ഷെ പോസിറ്റീവ് റൂബ്രിക്സ് പോലും എന്റെ അഭിപ്രായത്തിൽ അത് നെഗറ്റീവ് ആസ്പെക്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് അത് സിംറ്റം ആകുന്നത്. ഇത് ഞാൻ പണ്ടൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പോസിറ്റീവ് റൂബ്രിക്സ് ഏതൊക്കെ. ഇത് പോസിറ്റീവ് അല്ല, സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ അതിനാണെങ്കിൽ 40 മെഡിസിൻ ആണ് നമ്മൾ പറയുന്നത്. അതിലെ ഒരു പ്രധാന മെഡിസിൻ പ്ലാറ്റിനയാണ്. എന്നാൽ ഈ പ്ലാറ്റിനയുടെ കാര്യത്തില് അത് അതിന്റെ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിനയ്ക്ക് അത്തരം കാര്യങ്ങൾ താല്പര്യം കൂടുതലാണ്. പക്ഷെ അത് സെൽഫിഷാണ്. അത് വളരെ വളരെ സെൽഫിഷാണ്. ഈ സെൽഫിഷ് ഇതിന്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈഗോസ്റ്റിക് എന്ന് പറയുന്നത്. ഈഗോട്ടിസം അല്ലെങ്കിൽ ഈഗോട്ടിസം എന്ന് പറയണം. അപ്പൊ ആ ഈഗോട്ടിസത്തെ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് പേഴ്സണലി ഡു നോട്ട് ഈസിലി അഡ്മിറ്റ് ടു ബീയിങ് ഈഗോട്ടിസ്റ്റ്. അവരൊരിക്കലും പക്ഷെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് പലപ്പോഴും. എന്നിട്ട് നമ്മൾ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഇച്ചിരി സെൽഫിഷ് ആണ് എന്ന് പറയും. ഈഗോട്ടിസ്റ്റുകൾ അങ്ങനെ പറയത്തില്ല എന്നാണ്. അവര് ഇറ്റ് ഈസ് ആസ് ദോ ദേ വെർ നോട്ട് അവെയർ ഓഫ് ദി സിംറ്റം. അവർക്ക് തന്നെ ഞാൻ ഈഗോ ഉള്ള ഒരാളാണെന്ന് അവർക്ക് അറിയില്ല. കാരണം അവരാണ് ശരി എന്നുള്ള അവര് ശരിയാണല്ലോ. ഈ ശരിയല്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ മാത്രമാണല്ലോ അത് സിംറ്റമായിട്ട് പറയാൻ തോന്നുക. ഇവിടെ ആ തോന്നൽ അവർക്കില്ല. സെൽഫിഷ് എന്നോട് പല പേഷ്യന്റും പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ ഞാൻ ഇച്ചിരി സെൽഫിഷ് ഒക്കെയാണ് എന്നൊക്കെ പറയുന്നത്. നല്ല സെൽഫിഷ് ആയിരിക്കും എന്നാലും അങ്ങനെ പറയും. പക്ഷെ ഈഗോട്ടിസ്റ്റിക്കിനുള്ള പ്രധാന പ്രശ്നം എന്ന് പറയണം they were not aware of the symptom. പിന്നെ is usually mentioned by other people or can be deduced directly. The egotist does nothing but talk of himself. എപ്പോഴും സ്വന്തം അയാളെ കുറിച്ച് മാത്രം എന്നുള്ള ഇതായിരിക്കും. ഫസ്റ്റ് പേഴ്സൺ ആണ് എല്ലാ സംസാരത്തിലും. അയാളുടെ സംസാരത്തില് എന്നുള്ളത് വളരെ അതിപ്പോ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ നമ്മുടെ പലപ്പോഴും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടേത് മാത്രമാണ് ശരി എന്നുള്ള, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് എന്ന് പറയും. അത് ഒരു ചർച്ചയിലാണെങ്കിലും ഒക്കെ ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് എന്ന് പറയും. അതേ സമയത്ത് അതേ നിലപാട് അവർ വേറൊരു ചർച്ച വരുമ്പോൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ബട്ട് ഓഫ് ഹിംസെൽഫ് all time, every time he opens his mouth he uses the word I. വാ തുറക്കുന്നത് തന്നെ
മിക്കവാറും ഐ എന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കും. പിന്നെ കൾച്ചറൊക്കെ വരുമ്പോൾ, ഒരു സംസ്കാരമൊക്കെ വരുമ്പോൾ ഐ ഒഴിവാക്കി വളരെ ഒരു മറ്റൊരു രീതിയിൽ ചിലപ്പോൾ പറയാറുണ്ട്. എന്നാൽ പോലും അത് നമ്മൾ അതിന്റെ ഒരു അന്തസത്ത എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ പ്രധാനമായിട്ടും അവരിൽ കാണപ്പെടുന്ന ഒരു സിംറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഇത്തരം ഒരു സിംറ്റം എടുത്ത്, അല്ലെങ്കിൽ ഇത് എടുത്തത് കൊണ്ട് ഇനി എന്ത് സിംറ്റം കേട്ടോ പറയാം, എന്നാലും ഞാൻ പറയുകയാണ്, ഇതിനൊരു പരിഹാരം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഈ മാരേജ് അൺഡ്യൂറബിൾ എന്ന് പറയുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ശാരീരിക കാരണങ്ങളും കൊണ്ട് വരാം. അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നതിന് ശാരീരിക കാരണങ്ങൾ ഉണ്ടാകും. അത് ഇപ്പൊ ഡിസ്പരോണിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്നുണ്ടായ പേടികളോ ഇതുണ്ടാകും. അതല്ലെങ്കിൽ അമിതമായ ദൈവവിശ്വാസത്തിൽ വളർത്തി ഇതൊക്കെ പാപമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോ ഈ പൂർണ്ണമായിട്ടും നമ്മളിപ്പോ ഈ സന്യാസ ജീവിതത്തിന് പോകുന്ന ആൾക്കാരൊക്കെ എല്ലാവരും നല്ല ആൾക്കാരുണ്ട്. അവരാ ശരിയായ ബോധത്തോടു കൂടിയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ നേരത്തെ പറഞ്ഞില്ലേ, നയന്ത ഫോഴ്സത്തിൽ പറയുന്നത് എന്താണ്, healthy condition of the man, the spiritual vital force of the dynamics that animates the material body and retains all part of the organism. നമുക്ക് കാണാതെ പഠിക്കേണ്ടതായത് കൊണ്ടാണ് അന്ന് നമ്മൾ കുറെ അഫോർസം കാണാം. അപ്പോ റീസൺ ഗിഫ്റ്റഡ് മൈൻഡ് ക്യാൻ എംപ്ലോയ് ദിസ് ലിവിങ് ഹെൽത്തി ഇൻസ്ട്രുമെന്റ് ഫോർ ദ ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ്. ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നതാണ്. അപ്പൊ ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ ബെർണാഡ് ഷായോട് ഒരിക്കൽ ഒരു അമേരിക്കയിലെ മിസ് അമേരിക്ക ചെന്നിട്ട് ചോദിച്ചു, താങ്കളുടെ ബുദ്ധിയും, ബെർണാഡ് ഷായുടെ ബുദ്ധി വളരെ ഭയങ്കര തീക്ഷ്ണശാലിയാണ്, താങ്കളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവാഹം കഴിച്ചുകൂടെ? അപ്പൊ ഇയാൾ വിവാഹം കഴിക്കാൻ നിൽക്കുകയാണല്ലോ, നമുക്ക് വിവാഹം കഴിച്ചുകൂടെ? താങ്കളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും കൂടി വന്നു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതമായിരിക്കും. അപ്പൊ ബെർണാഡ് ഷാ പറഞ്ഞ മറുപടി നേരെ തിരിച്ചായല്ലോ, നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശരീരമാണ് കിട്ടുന്നത് എന്നാണ് ബെർണാഡ് ഷാ പറഞ്ഞത്. ഞാനിത് പറയാൻ കാര്യം, ഈ വേണ്ട എന്ന് വെക്കുന്നവരെല്ലാവരും വേണ്ടാത്തത് കൊണ്ടല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ അതിന്റെ ഈ ചിലത് ശാരീരിക കാരണങ്ങളാവാം, ചിലത് സാമൂഹ്യ കാരണങ്ങളാലാവാം. അവർക്ക് സമൂഹത്തിന് നമ്മള് ഹയർ പർപ്പസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത റൂബ്രിക്സ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന്, മെഡിസിൻ ഉണ്ടോ? ഉണ്ട്. ഏതിനാ എത്ര മെഡിസിൻ പറയാണോ? ഉണ്ട്. ഇതിനെല്ലാം ഈഗോ ടെസ്റ്റിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്ലാറ്റിന ആണ് അതിന്റെ പ്രധാന മെഡിസിൻ. പ്ലാറ്റിന തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഒരു ഡിസീസ് തലത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പരിഹരിക്കാനും പറ്റുക. അല്ലാതെ അപ്പോഴും മുഴുവൻ പരിഹരിക്കാം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്തരം ഒരു സമീപനം, ഇത്തരം ഒരു സമീപനം എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോ യുവാക്കളുടെ ഇടയിൽ കാണുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, ഇപ്പം അരാഷ്ട്രീയവാദത്തിന് വരെ നമ്മൾക്ക് മെഡിസിൻ ഉണ്ട്. അനാർക്കിസത്തിന് മെർസോൾ പറയാറ്, അത് റവല്യൂഷണറി അനാർക്കിസ്റ്റ് എന്നാണ്. ഒറ്റ സിംഗിൾ റൂബ്രിക്സ് ആണ്. ഞാൻ അത് എഴുതിയിട്ടില്ല, ഞാൻ അതെന്റെ ഓർമ്മയെന്ന് പറയാണ്. സിംഗിൾ റൂബ്രിക്സ് ആണ് റവല്യൂഷണറി അനാർക്കിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ അനാർക്കിസം രാഷ്ട്രീയവാദം തന്നെയല്ല. 70% പേര് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. അവര് പറയുന്നത് ഇത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് രാഷ്ട്രീയക്കാരുടെ അഴിമതി ഒരു പരിധിവരെ കാരണമാകുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അതിനെ മറികടക്കണ്ട ഇവര് ചെയ്യേണ്ട എന്താണ്? ഈ പ്രായത്തിലാണ്ട, യുവത്വത്തിലല്ലേ നമ്മൾ എല്ലാം ഒരു ആവേശത്തോടു കൂടി ചെയ്യേണ്ട. അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ ഞാൻ അഴിമതിയില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കും എന്നുള്ള രീതിയിൽ ഒരു മുന്നോട്ട് വരണ്ടേ? അതിന് പകരം അവരെന്താ ചെയ്യണം? അവർ ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഒഴിഞ്ഞു മാറുന്നതിനെയാണ് ഞാൻ പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത്തരം ഒഴിഞ്ഞു മാറൽ എവിടെയാണ്? പിന്നെ ആൻറ്റഗോണിസം വിത്ത് ഹെർസെൽഫ് ആണ് ഇതിനകത്ത് കിടക്കണം. അത് ഹെർസെൽഫ് ആണെങ്കിലും ഹിംസെൽഫ് ആണെങ്കിലും അതില് വരുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഒപ്പോസിറ്റ് ഓർ കോൺട്രാക്ട് ടു വൺ സെൽഫ്. സ്വയം നമ്മൾ നമുക്ക് തന്നെ ശത്രുവാകുക, നമ്മളോട് തന്നെ അതാണല്ലോ ആന്റഗോണിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് തന്നെ നമ്മൾ ആ ശത്രുതാ മനോഭാവത്തിലേക്ക് എത്തുക
എന്നുള്ളതാണ് അതിനകത്ത് ഈ വരുന്നത്. അപ്പൊ ആ ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് എത്തുന്നതാണ് എന്റെ അൾട്ടിമേറ്റ്. എനിക്ക് അടുത്ത തലമുറ വേണ്ട. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, എന്ന നരകത്തിൽ നിന്നും പ്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്നാണ് ആ ശ്ലോകം. ഞാൻ അത് ഗാരുഡ പുരാണത്തിലാണ്. ഗാരുഡ പുരാണം ആണ് അതിന്റെ. ഈ ഗാരുഡ പുരാണം വെച്ചിട്ടാണ് ഞാൻ അത് ആദ്യമേ പറയാതിരുന്നത് എന്താ വെച്ചാൽ അതൊരു പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ മാത്രമാണല്ലോ, മറ്റുള്ളവരും ഇതിനകത്തുണ്ടല്ലോ. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒന്ന് ചുരുക്കി പറയണേ, നമ്മളെ സമയം പറഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു. 31 ആയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഒരു സെക്ഷൻ കൂടി ഇതിന് വേണ്ടി വരും. റൂബ്രിക്സ് തീർന്നില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. നമുക്ക് ഇനി ഒരു ഇടയ്ക്ക് ഒരു ദിവസം കൂടി നമുക്ക് ഇതിന് ഒരു സെക്കൻഡ് പാർട്ട്. ഷൈല ഡോക്ടർ അനിൽകുമാറാണേ. നമ്മുടെ സൂമിൽ തന്നെ ഇത് വന്നു കഴിഞ്ഞു കേട്ടോ, കമ്പാനിയൻ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാനും കണ്ടു. കമ്പാനിയൻ അതിന് ചുമ്മാ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും പറയാണ്, വാട്ട് ടോപ്പിക്സ് ഹാവ് ബീൻ ഡിസ്കസ്ഡ് based on the limited information provided. It's not possible to determine what topics have been discussed in the meeting. The only content available is a single response of no from Dr. Devan, which does not provide any context about the topics discussed. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ നമ്മൾ ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരുമായിരിക്കും. ഞാൻ ഗരുഡ പുരാണം ഒന്ന് കൊടുത്തപ്പോഴത്തേക്കും തിരിച്ചു വരുന്ന അടുത്തത്, query requires some domain knowledge or need up-to-date information, but external web query is disabled. അപ്പൊ ഇതാണ് സ്ഥിതി. ഏറ്റവും പുതിയ സ്ഥിതി ഏതാണ്? നേരത്തെ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം AI കൂടെയാണ് ഇനിയിപ്പോ. കല്യാണം കഴിക്കാൻ AI വരുമെന്നോ? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പോയാലോ? നമുക്ക് അടുത്തേത് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും അടുത്ത സെക്ഷൻ നമുക്ക് ഇത് തന്നെ ഒരു ദിവസം കൂടി ക്ലാസ് നമുക്ക് വെക്കാം. അപ്പൊ ചിലപ്പോ ക്വയറി കൊടുത്തു കഴിഞ്ഞാൽ ആൻസറും വരുമായിരിക്കും. ഓക്കെ, അനിൽകുമാർ ഡോക്ടറെ തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ. ഇന്നലെ വരെ ഇല്ലായിരുന്നു, ഇന്നോട്ടാണ് ഈ സംഭവം. ഓക്കെ, ഇപ്പോഴും ഞാൻ വിചാരിച്ചു എന്റെ കൈതട്ടിയേക്കണം വല്ലോ വന്നതായിരിക്കും. ഇല്ല, ഞാനത് പ്രസ് ചെയ്തപ്പോ അതിൽ കാണിച്ചായിരുന്നല്ലോ. ഓക്കെ, ഞാൻ ഓക്കെ കൊടുക്കാതിരുന്നത്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നല്ല ഒരു ടോപ്പിക്ക് കൊണ്ടുവന്ന ദേവൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി സലീം കുമാർ ഡോക്ടറെ ക്ഷണിക്കും. ഇത് എന്താ പറയാ, പെട്ടെന്ന് ഞാനും ഒരുപാട് സമയം ചർച്ച ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി. അതും ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. സങ്കടമുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിന്റെ തുടർച്ച ഉണ്ടാവണം എന്ന് എല്ലാവരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അതിന്റെ നടപടികൾ സംഘാടകർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ദേവൻ ഡോക്ടർ ഇങ്ങനെ IUPHന്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമാവുന്ന ഒരു വിഷയമാണ്. ഇങ്ങനത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വിഷയത്തെ അത് റൂബ്രിക്കുമായിട്ട്, അത് ഹോമിയോപ്പതിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ഹോമിയോപ്പതിക്ക് കുറേ അധികം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതാണ്. സോഷ്യൽ നമുക്ക് കറക്ഷന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഈ ഒരു വിഷയത്തെ ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയെ, അദ്ദേഹത്തിന്റെ ആ തിരിച്ചറിവിനെ, അദ്ദേഹത്തിന്റെ ആ വിവേകത്തെ നമ്മൾ IUPHന് വേണ്ടിയിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. വീണ്ടും ഇത് പൂർത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അവസാനിപ്പിക്കുന്നു. അവസരം കിട്ടിയോണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ. ഒറ്റ കാര്യം പറയുന്നു. ദേവൻ ഡോക്ടർ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ പല ചർച്ചകളും PRA സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അതിനൊന്നും ചിലപ്പോൾ ഹോമിയോപ്പതിയായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല. പക്ഷെ അതിൽ കാണുന്ന ഞാനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, 1-2 പേരെ ഡിസ്കഷന് കൊണ്ടുവരിക, അവർ ഇതിനകത്ത് കയറി പ്രസംഗിക്കുക, ഇതിനകത്തിരിക്കുന്ന ആർക്കും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനോ ഒരു ഇത് പറയാനോ ഉള്ള അവസരം ഇല്ലാതിരിക്കുക. ഇത് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതും കൂടെ കറക്റ്റ് ചെയ്യപ്പെടണം. അത് ഹോമിയോപ്പതിയെ കൂടെ ആയിട്ട് ലിങ്ക് ചെയ്ത് വന്നാൽ ഏറ്റവും നല്ലത്. നമ്മള് എസെൻഷ്യലി വി ആർ ഓൾ ഹോമിയോപ്പസ്. അതുകൊണ്ട് ഇങ്ങനെ ചർച്ചകള് ഈ രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ അതിന് ഹോമിയോപ്പതി ഒരു ഇതും കൂടെ വരുന്നത് നന്നായിരിക്കും. പാർട്ടിസിപ്പൻസ്, നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പല ചർച്ചകളിലും ആ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നില്ല. വെളിയിൽ നിന്ന് ആളിനെ കൊണ്ടുവരുക. സാറ്, നമുക്ക് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ നിർദ്ദേശം നമുക്ക് പരിഗണിക്കാം. നമുക്ക് സമയം ഒരുപാട്
സമയം അധികം എടുത്തു. ഇനി എന്തായാലും ഇതിന്റെ ഒരു രണ്ടാം ഭാഗം എത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും വ്യത്യസ്തമായ ഒരു വിഷയം കൊണ്ടുവന്നതിന് ദേവൻ ഡോക്ടർക്ക് ഒരു എന്താണ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, എല്ലാവർക്കും ശുഭരാത്രി.